പിന്നെ നിലവിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. രാവിലെയും വൈകിട്ടും കൂടുതലാണ് ബ്ലോക്ക്. അപ്പൊ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതിൽ നല്ല കാര്യം. ഇവിടെ വന്നിട്ട് എങ്ങോട്ട് പോകണം എന്നറിയാതെ ആളുകളൊന്ന് തിരിഞ്ഞു പോകുക, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന്. ആ സൈഡിൽ ഇത്തിരി കൂടെ വീതി വേണം. ഇവിടെ വീതിയുള്ള പോലെ അവിടെ ഉണ്ടെങ്കിൽ ഇത്തിരി കൂടെ സൗകര്യം. പിന്നുള്ളത് അപ്പുറത്തെ വലിയ റൗണ്ട് ഉണ്ടല്ലോ, ആ മെട്രോപ്പൊളിൽ ഇരിക്കുന്ന വലിയ റൗണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് വീതി കൂട്ടും. വലിയൊരു താഴ്ചയാണ്. ഈ വലിയ താഴ്ചയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് വേണം പിന്നെ അപ്പുറത്തോട്ടേക്ക് പോകാൻ. നമസ്കാരം. അങ്ങനെ വൈറ്റില ജംഗ്ഷനിലെ ഗതാഗതക്കുരു കഴിക്കാനായി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ റോഡിൻ്റെ വീതി വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. JCB ഉപയോഗിച്ച് ആ ഭാഗത്ത് അതായത് പാലത്തിനടിയിൽ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ, അതായത് ആ മീഡിയനൊക്കെ പൊളിച്ച് കളഞ്ഞ് വീതി കൂട്ടാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ വൈറ്റിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. JCB ഉപയോഗിച്ചാണ് ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഒരു U-ടേൺ ആണ് ഇവിടെ പുതുതായി വരാൻ പോകുന്നത്. ഇടപ്പള്ളി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കാതെ പൊന്നുരുന്നി ഭാഗത്തേക്കും മറ്റുമൊക്കെ തിരിഞ്ഞു പോകാനുള്ള U-ടേൺ ആയി ഉപയോഗിക്കാൻ പുതിയൊരു U-ടേൺ ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതിപ്പോൾ പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇടപ്പള്ളി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കൂടുതൽ ഒരു ലൈൻ കൂടി വരുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തെ ഈ മീഡിയനുകളൊക്കെ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ വൈറ്റിലയിൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അശാസ്ത്രീയമായി നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശം തന്നെ കാണാം, ഒരു റൗണ്ട് അബൌട്ടാണ്. ഇവിടെ വാഹനങ്ങൾ വന്ന് കറങ്ങിപ്പോകുന്ന രീതിയിൽ ചെയ്യണമെന്നൊക്കെ ഉദ്ദേശിച്ചാണ്, പക്ഷേ അതൊന്നും നടന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഈ ഭാഗത്തെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇതൊരു സ്റ്റേജ് പോലെയാണ് ഇവിടെ റൗണ്ട് അബൌട്ട് കെട്ടിയിട്ടിരിക്കുന്നത്. ഇവിടെ വന്ന് വാഹനങ്ങൾ തിരിഞ്ഞ് പോകേണ്ടതാണ്, പക്ഷേ അതൊന്നും നടന്നില്ല. സ്ഥലമെടുപ്പ് കൃത്യമായി നടന്നില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭാഗം കൂടി പൊളിച്ചു മാറ്റും. ഇവിടുത്തെ ഈ വീതിയുള്ള ഭാഗങ്ങൾ കുറേ കൂടി പൊളിച്ചു മാറ്റി കഴിയുമ്പോൾ വാഹനങ്ങൾ സുഗമമായി കടന്നു പോകാൻ കഴിയുമെന്നാണ് അധികൃതർ കരുതുന്നത്. അതാണ് ഇപ്പോൾ വൈറ്റിലയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ചേട്ടാ, ഈ പുതിയ U-ടേൺ വരുന്നുണ്ട്, റോഡിന് വീതി കൂടുന്നുണ്ട്, ബ്ലോക്ക് മാറുമെന്ന് തോന്നുന്നുണ്ടോ? ബ്ലോക്ക് മാറാനുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്താ മനസ്സിലായേ, നേരത്തെ അത്രയും കെട്ടിക്കിടക്കൂലല്ലോ. ഇങ്ങനെ പാലാരടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇത് ഇവിടെയും കാണിക്കുമെന്ന് എനിക്ക് തോന്നണം. പക്ഷേ അപ്പുറത്തെ സൈഡ് വീതി കുറവാണ്. അതാണ് കൂടുതലും ഇങ്ങനെ സംഭവിച്ചേക്കണത്. അപ്പുറത്ത് വീതിയും കൂടെ ഇത്തിരി കൂടി വീതി ഉണ്ടെങ്കിൽ അപ്പം അതിൽ ഈ സൈഡ് ഈ നമ്മുടെ പാലത്തിൻ്റെ സൈഡ് കൂട്ടിയിട്ടില്ല. അപ്പുറത്ത് മറ്റേ കടകളൊക്കെ ഉണ്ടല്ലോ, ആ സൈഡിൽ ഇത്തിരി കൂടെ വീതി വേണം. ഇവിടെ വീതിയുള്ള പോലെ അവിടെ ഉണ്ടെങ്കിൽ ഇത്തിരി കൂടെ സൗകര്യം വരുന്നു. ബ്ലോക്ക് ഇത്തിരി കുറയാൻ സാധ്യതയുണ്ട്. നിലവിൽ ഭയങ്കര ബ്ലോക്കാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട്. ഇവിടെ ഈ സൈഡൊന്നും ബ്ലോക്കില്ല, അപ്പുറത്തെ സൈഡും ബ്ലോക്ക് കൂടുതൽ. ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണത്. പാലം പണിതയിൽ നമുക്ക് കിട്ടുന്ന നല്ലൊരു ഇതാണ്. വഴിയിൽ കൂടി ഇങ്ങനെ വരെ നേരത്തെ ഈ ഓട്ടോറിക്ഷക്കാർക്കൊക്കെ വലിയ നഷ്ടമാണല്ലോ ഈ ബ്ലോക്കിൽ കിടക്കും. ഓട്ടോക്കാർക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ ഡീസലിനും പെട്രോളിനൊക്കെ വില കൂടി, ഗ്യാസിനും ഒക്കെ വില കൂടി. ഞങ്ങൾക്ക് ഈ മീറ്റർ ചാർജിന് പോയി ഓടാണെന്ന് മറ്റേ നമുക്ക് ഇത് മീറ്റർ ചാർജ് പൈസ കൂട്ടാനുള്ള കൊറോണ ടൈമിന് പൈസ കൂട്ടിയതാണ്. അങ്ങനെ കൊറോണ ടൈമിന് കൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കൂട്ടിയിട്ട് പോലും ഈ സാധനങ്ങളൊക്കെ എല്ലാത്തിനും വില കൂടുതലാണ്. ഞങ്ങൾക്ക് അരി വാങ്ങിക്കാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, വണ്ടി കിടക്കുന്നുണ്ട്, കെട്ടി കിടക്കുന്നത്. 1 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടം കിട്ടണം. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് ഇതിൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾക്കത് കാരണം ഞങ്ങൾ ഒരു ദിവസം ഓടി എങ്ങനെ പൈസ ഒപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നിൽക്കണം, അത്രയുണ്ട്. ഈ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ വന്നിട്ട് മേലോട്ട് കയറാനൊക്കെ ബുദ്ധിമുട്ടെന്ന് ഇത് ചവിട്ടി കയറാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതായത് നമുക്ക് ഓടി കയറാം, അല്ല പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ അല്ലാണ്ട് വേറെ ദിവസമൊന്നുമില്ല. ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഇത് കണ്ട് ഇത് ഇല്ലെങ്കിൽ ഇത് പൊട്ടിച്ചു കൊടുക്കാം, അതാണ് വേണ്ടത്.
നിലവിൽ വീതി കൂട്ടിക്കൊണ്ടിരിക്കുക. എന്താ അപ്പോൾ അവിടെ അപ്പുറത്താണ്ട് പണി നടക്കുന്നുണ്ട് അവിടെയൊക്കെ അത്. ഇത് വൈറ്റില ജംഗ്ഷനിലെ ഒരു പെഡസ്ട്രിയൽ ക്രോസിംഗ് ലൈനാണ്. ഇത് ഇവിടെ നിന്നും ഇങ്ങോട്ട് വന്ന് ഇറങ്ങുന്നത് തന്നെ താഴ്ചയിലേക്കാണ്. ഈ പ്രായമുള്ള ആൾക്കാർക്കൊന്നും ഇതുവഴി നടന്നു പോകാൻ കഴിയില്ല. അവർ ഈ മുട്ടുവേദനയൊക്കെ ഉള്ള ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് വലിയ താഴ്ചയാണ്. അവിടേക്ക് ഇറങ്ങിയിട്ട് പിന്നെ നടന്ന് ഇങ്ങോട്ട് വരുന്നത് നേരെ വന്ന് ഇതിലേക്കാണ് വന്ന് കയറുന്നത്. ഇവിടെ വന്നിട്ട് എങ്ങോട്ട് പോകണം എന്നറിയാതെ ആളുകളൊന്ന് തിരിഞ്ഞു പോകുക, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന്. പിന്നെയും കാല് ഇത്രയും പൊക്കി വെക്കണം, എന്നിട്ട് നല്ല ബലം കൊടുത്ത് അയക്കണം. ഇത്രയും പൊക്കത്തിലേക്ക് കയറിയിട്ട് വേണം. അവിടുന്നും ഇത് കണ്ടണം, ഇത് നിരപ്പായൊരു സ്ഥലമല്ല. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് വീണ്ടും വന്ന് ഇവിടെയും വലിയൊരു താഴ്ചയാണ്. ഈ വലിയ താഴ്ചയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് വേണം പിന്നെ അപ്പുറത്തോട്ടേക്ക് പോകാൻ. അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഇവിടെ ഈ കാൽനട യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനും കൃത്യമായൊരു ഇടപെടൽ വേണം. അതും പൊളിച്ചു പണിയണം. ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റണം. എടുത്ത് മാറ്റിയെങ്കിൽ മാത്രമേ, കൃത്യമായി പൊളിച്ചു പണിഞ്ഞെങ്കിൽ മാത്രമേ കാൽനട യാത്രക്കാർക്കും സുഗമമായി ഇതുവഴി സഞ്ചരിക്കാൻ കഴിയുള്ളൂ. അക്കാര്യങ്ങൾ കൂടി അധികൃതർ ഇതിനിടയ്ക്ക് ശ്രദ്ധിക്കുകയും വേണം. എന്തായാലും എങ്ങനെയാണ് ഇവിടുത്തെ ഒരു വർക്ക് നടക്കുന്നതെന്ന് ചോദിക്കുക. ഇതിപ്പം എന്താണ് ഇപ്പോൾ വർക്ക്? അതായത് ഇപ്പോൾ നമ്മൾ എടപ്പള്ളി എന്ന് പറഞ്ഞ വാഹനങ്ങൾ യൂട്ടേൺ ജംഗ്ഷനിലേക്ക് പോകാണ്ട് യൂട്ടേൺ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സൈഡ് പൊളിക്കണത്. വേറെ ഒന്നുമില്ല, സെയിം തന്നെ ടൈലിടുന്നു, എക്സ്കവേഷൻ ചെയ്ത് ടൈലിടുന്നു. അപ്പോൾ ഈ റോഡ് ലെവലിൽ മണ്ണെടുക്കണുള്ളൂ മഴയൊക്കെ കാരണം. മെറ്റീരിയലൊക്കെ വന്ന ശേഷം വേഗം തീർക്കാവുന്ന രീതിയിൽ നമ്മൾ അടിയിലേക്ക് താത്തുള്ളൂ. താത്തി കഴിഞ്ഞിട്ടുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. വേറെ ഈ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ ആ സെൻറ്ററിലെ കർവ് ഒന്ന് വലുതാക്കി എടുക്കും, വണ്ടികൾക്ക് ഫ്രീ ആയിട്ട് ടേൺ ചെയ്യാനായിട്ട്. നിലവിൽ ഇപ്പോൾ അതാണ് തുടക്കം, ഇതാണ് നമ്മൾ ചെയ്യണത്. കുറച്ചുകൂടി വീതി കിട്ടുമല്ലേ ഫ്രണ്ടിൽ ആ ജംഗ്ഷനിൽ അവിടെ ഇവിടെ നിന്ന് ചെന്നിട്ട് ആ യു ടേൺ എടുക്കുന്ന ഭാഗത്ത് റൗണ്ടിൽ ഇത്തിരി വലിയ വീതി കൂടുതൽ കിട്ടും. പിന്നെ ഉള്ളത് അപ്പുറത്ത് ആ വലിയ റൗണ്ട് ഉണ്ടല്ലോ, ആ മെട്രോപ്ലർ എടുക്കുന്ന വലിയ റൗണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് വീതി കൂട്ടും. ഏകദേശം അപ്പോഴത്തേക്ക് ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ ഒരു ഇത് നമ്മളൊരു 2 മാസമാണ് നോക്കണത്. മാക്സിമം നേരത്തെ തീർക്കാൻ ശ്രമിക്കും. പിന്നെ ഇതിനുള്ള സാഹചര്യം അങ്ങനെയൊക്കെ വരും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ചെയ്ത് കഴിയുമ്പോൾ സാഹചര്യം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും കുഴിയെടുക്കുന്നത് ഇത് കഴിഞ്ഞിട്ടായിരിക്കുമോ? ഇതിപ്പോൾ നിലവിൽ നമ്മൾ ഈ റോഡ് ലെവലിൽ എടുക്കുകയുള്ളൂ. എല്ലായിടത്തും റോഡ് ലെവലിൽ എടുത്തിടും. മെറ്റീരിയൽ വന്നനുസരിച്ച് ഇതിപ്പോൾ ഇതിൽ നിന്ന് ഒരു 50 സെൻറ്റിമീറ്ററോളം താഴെ പോയിട്ട് വേണം നമുക്ക് ഡെവലപ്പ് ചെയ്ത് മേളിലേക്ക് വരാൻ, മേളിൽ ടൈലിടാനായിട്ട്. അപ്പോൾ കുഴി എടുത്തിട്ട് നമുക്ക് ഇപ്പം തന്നെ കുഴി എടുത്ത് ഇടാൻ പറ്റില്ല. മഴയൊക്കെ കാരണം വെള്ളം കെട്ടി എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അടിയിൽ കോൺക്രീറ്റ് ചെയ്യുമോ? ഇല്ലില്ല, GSP മിക്സ് ഇട്ട് റോൾ ചെയ്ത് മേളിലാണ് ടൈലിടുന്നത്. ഈ ലെവലിന് ടൈലിടും. PWD ആണ് വർക്ക് ചെയ്യുന്നത്. അതെ. നമുക്ക് മാറ്റാനുള്ള പണികളൊക്കെ നടക്കുന്നുണ്ട്. അത് വിജയിക്കുമോ? എന്താണ് അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതെ, അല്ലാണ്ട് വിധിക്ക് മുമ്പ് ഈ പാലൊക്കെ വന്നപ്പോഴും ബ്ലോക്ക് ഉണ്ടാവുമെന്ന് എല്ലാവരും പറഞ്ഞു. അന്നേരം പിന്നെ ബ്ലോക്ക് അല്ലായിരുന്നു. ഇത് നോക്കട്ടെ, വന്നു കഴിയുമ്പോൾ അറിയാൻ പറ്റും. അതായത് ആ സമയത്ത് കൃത്യമായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അന്നേരം അത് ഇതിന്റെ പ്ലാൻ വേറെയൊക്കെ ആയിരുന്നില്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ ഈ പ്ലാനൊക്കെ വന്നത്. ബ്ലോക്ക് മാറുമോ ചേട്ടാ ഇത്? അല്ല, എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയാ അത് ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അത് ഇപ്പോൾ അവിടെ പൊളിക്കുന്നുണ്ട്, ആവേശം പൊളിക്കുന്ന ഇങ്ങനെ യൂട്ടേണൊക്കെ എടുക്കുന്നുണ്ട്. മിക്കവാറും കുറച്ച് പരിഹാരം കാണും എന്നാണ് ഉറപ്പുള്ളത്. നിലവിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ. പിന്നെ നിലവിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. രാവിലെയും വൈകിട്ടും കൂടുതലാണ് ബ്ലോക്ക്. അപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതിൽ നല്ല കാര്യം. എന്തായാലും ഈ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രധാന പണികളൊക്കെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 1.5 കോടി രൂപയാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിനായി അനുവദിച്ചിരിക്കുന്നത്. കാരണം എറണാകുളം സിറ്റിയിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവാടങ്ങളിലൊന്നാണ് ഈ വൈറ്റില. ഈ വൈറ്റിലയിലെ ഗതാഗതക്കുരുക്ക് കഴിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫ്ലൈ ഓവർ പണിഞ്ഞത്. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. അത് കൂടുതൽ ഈ ഒരു ഗതാഗതക്കുരുക്കിന് കാരണമായി എന്ന് വേണം നമുക്ക് പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന മീഡിയനുകളും മറ്റും നടപ്പാതകളും ഒക്കെ പൊളിച്ചു മാറ്റി കുറച്ചുകൂടി റോഡിന് വീതി ഉണ്ടാക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ജംഗ്ഷനിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി അടിയന്തര നടപടി വേണമെന്ന് ഉമാ തോമസ് MLA മുൻ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന് കത്ത് നൽകിയിരുന്നു. അന്ന് എടുത്ത തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. നമുക്കറിയാം, ഇവിടെയുള്ള മീഡിയനുകളും അതുപോലെ തന്നെ ഈ കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കൃത്യമായി സുഗമമായി സഞ്ചരിക്കാനുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല. ഈ പല പെഡസ്ട്രിയൽ ക്രോസിംഗ് ലൈനുകളും ചെന്ന് അവസാനിക്കുന്നത് ഏതെങ്കിലും ഒരു മീഡിയനിലേക്കാണ്. അവിടെ ചവിട്ടിയിട്ട് പിന്നെ അവിടെ നിന്നും എങ്ങോട്ട് പോകണമെന്നറിയാതെ ആളുകൾ കൺഫ്യൂസ്ഡ് ആണ്.
കൺഫ്യൂഷനായി അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. ആളുകൾക്ക് കൃത്യമായി നടന്നു പോകാനുള്ളൊരു സംവിധാനമൊന്നും ഇവിടെ ഒരുക്കിയിട്ടില്ല. അതൊക്കെ മാറ്റണമെന്നുള്ളൊരു ആവശ്യം ഏറെ നാളായി ഉയരുന്നതാണ്. എന്തായാലും കാൽനട യാത്രക്കാർക്കും സുരക്ഷ വേണം, വാഹനങ്ങൾ പോകുന്നതും തടസ്സമില്ലാതെ ആവണം എന്നുള്ള ആവശ്യം തന്നെയാണ് പറയുന്നത്. എന്തായാലും PWD വിഭാഗമാണ് ഇപ്പോൾ ഈ ഒരു പൊളിച്ച് പണിയൊക്കെ നടത്തുന്നത്. 1.5 കോടി രൂപയാണ് സർക്കാർ ഇതിനായി വകയിരുത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.